ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയോടെയാണ് സത്യപാൽ മാലിക് വിടവാങ്ങിയത്. 2018 ഓഗസ്റ്റ് മുതൽ 2019 ഒക്ടോബർ വരെ ജമ്മുകശ്മീരിന്റെ അവസാന ഗവർണറായി മാലിക് സേവനമനുഷ്ഠിച്ചു. 2019 ഓഗസ്റ്റ് 5-ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും പ്രത്യേക പദവി എടുത്തുകളയുകയും ചെയ്തത് അദ്ദേഹം ഗവർണറായിരിക്കുമ്പോഴാണ്. ആ ദിവസത്തിന്റെ വാർഷിക ദിനമായ ഇന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗവും സംഭവിച്ചത്. പിന്നീട് സത്യപാൽ മാലിക് ഗോവ ഗവർണറായി നിയമിതനായി. 2022 ഒക്ടോബർ വരെ മേഘാലയ ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 1970കളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂടെയാണ് മാലിക്കിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 74-ൽ ഭാരതീയ ക്രാന്തിദൾ ടിക്കറ്റിൽ ബാഗ്പത്തിനെ പ്രതിനിധീകരിച്ച് ഉത്തർപ്രദേശ് നിയമസഭയിൽ അംഗമായി. പിന്നീട് ലോക്ദളിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1980 മുതൽ 89 വരെ ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭാംഗമായി. 2004-ൽ BJPയിൽ ചേരുന്നതിന് മുൻപ് കോൺഗ്രസ്, ജനതാദൾ എന്നീ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.